ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു യൂണിറ്റ് ടെസ്റ്റ് ആണ്. 6th മാത്സ് ചാപ്റ്റർ 2 വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്. ക്ലാസ് 6 മാത്സ് ചാപ്റ്റർ 2 വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്. ഇതിൻ്റെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ആണ്. ഇതിൽ ആദ്യം നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 2/3? ഓപ്ഷൻ എ 3/4, ഓപ്ഷൻ ബി 4/6, ഓപ്ഷൻ സി 5/8, ഓപ്ഷൻ ഡി 2/5. അപ്പോൾ 2/3 എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. അപ്പോൾ 2ൻ്റെ 2/3 3/4 ആണ് ഫസ്റ്റ് ഓപ്ഷൻ. 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ 3? അല്ല. 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ 4? അപ്പോൾ ആ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു, അതല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എടുക്കാം, 4/6. 2/3 4/6. അപ്പം 2നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4 കിട്ടും, 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6 കിട്ടും. അപ്പോൾ കറക്റ്റ് ഇതാണ്, 4/6 ആണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് വേണമെങ്കിൽ തേർഡ് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം, 5/8 2/3. 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ ഇത്? അല്ല. 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ ഇത്? അപ്പോൾ ഇതും കറക്റ്റ് അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ 2/5ഉം 2/3. 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് 2, 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? 4/6. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോം ഓഫ് 3/4 വിത്ത് ഡിനോമിനേറ്റർ 20. 3/4 ഡിനോമിനേറ്റർ എത്ര വേണം? 20 വേണം. ഓപ്ഷൻ ഫസ്റ്റ് വന്നിരിക്കുന്നത് 12/20, പിന്നെ 15/20, 10/20. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഓക്കെ. ആദ്യം 12/20 ആണ് ഉള്ളത്. 12/20. 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക. 3 × 4 12. അതേപോലെ നമ്മൾ ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4 × 4 16 ആണ് വേണ്ടത്. ഇവിടെ 12/20 ആണുള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു. ഇനി അടുത്ത 15/20. ഓക്കെ. 3/4 ആണ്. 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 കിട്ടുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 കിട്ടുക. അതേപോലെ നമ്മൾ 4നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്തു. 4 × 5 20. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ, 15/20. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ തേർഡ് ഓപ്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. 3/4 ആണ്, 10/20 ആണ്. 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 20 കിട്ടുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ. അപ്പോൾ നമ്മൾ 3നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്തു. 3 × 5 എന്താ വരേണ്ടത്? 15 ആണ്. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ശരി? 15/20 ആണ് ശരി. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്രാക്ഷൻ ഈസ് ഇൻ ലോവസ്റ്റ് ടേം? ഏറ്റവും ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, അത്രയും ലോവസ്റ്റ് ഉള്ള ഏത് ഫ്രാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ? 8/12, 10/15, 7/9. അപ്പം നമുക്ക് 8/12 എടുക്കാം. ഇതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം അല്ലേ? 8/2, 12/2. അപ്പം എത്ര വരുന്നത്? 4/6. അപ്പോൾ ഈ ഓപ്ഷൻ ശരിയല്ല. ഇനി 10/15 എടുക്കാം. 10/15 നമുക്ക് എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ. 10 ഡിവൈഡഡ് ബൈ 5 2, 15 ഡിവൈഡഡ് ബൈ 5 3. അപ്പോൾ 2/3. നമുക്ക് അതിനെ വീണ്ടും ചെറുതാക്കാം. അപ്പോൾ അതും കറക്റ്റ് അല്ല. ഇനി നെക്സ്റ്റ് നമുക്ക് 7/9 എടുക്കാം. 7/9 നമുക്ക് ഒന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ലോവസ്റ്റ് ഫോമിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, 24 ഡിവൈഡഡ് ബൈ 6 ക്യാൻ ബി റിട്ടൺ ആസ് ഇങ്ങനാണോ, ഇങ്ങനാണ്, ഇങ്ങനാണോ, ഇങ്ങനാണോ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അല്ലേ, 24/6. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് സിംപ്ലിഫൈ 21/28. ഇതിൽ ഇത്രയുണ്ട്. 2/3 ആണോ, 3/4 ആണോ, 4/5 ആണോ, 5/7 ആണോ? അപ്പോൾ 21/28. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന ഏതാണ്? കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 7 ആണല്ലേ. അപ്പോൾ 7, 14, 21, 28 അല്ലേ? അപ്പോൾ 7 ആണ്. അപ്പോൾ 21ൽ 7 എത്ര ടൈംസ് ആണ്? 3 ടൈംസ് ആണ്. 28ൽ 7 എത്ര ടൈംസ് ആണ്? 4 ടൈംസ് ആണ്. അപ്പോൾ 3/4 ഇവിടെ ഉണ്ടോ നോക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്തു, കോമൺ ഉള്ള കട്ട് ചെയ്തു. പിന്നെ എത്രയാണ്? 3/4.
3/4 ഇവിടെ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 5 മൾട്ടിപ്പിൾ ചോയ്സ് ആണ് നമ്മൾ ഇന്ന് ഈ യൂണിറ്റ് ടെസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും വേറൊരു ടെസ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. ഇതിന് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.